ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് വന്നിരുന്ന ടോപ്പിക്കായി വന്നിരിക്കുന്നത് നമ്മുടെ ലിഥിയം പോളിമർ ബാറ്ററി, അതായത് നമ്മുടെ ഡ്രോണിലൊക്കെ യൂസ് ചെയ്യുന്ന ബാറ്ററിയുടെ ഈ ഒരു സി റേറ്റിംഗ്, അതായത് 25C എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ബാറ്ററിയുടെ മുകളിൽ നിങ്ങൾക്ക് കാണാം 25, 35C, 45C, 50C, ഇങ്ങനെ ഈ ഒരു ബാറ്ററി റേറ്റിംഗ് ആണ്. ഇത് എന്തിനാണെന്ന്, ഇതെന്തായാലും കൊടുത്തിരിക്കുന്നതെന്നാണ് ഞാനിവിടെ ഇന്ന് വിവരിക്കാൻ പോകുന്നത്. ഫിഗർ വരച്ച് നിങ്ങളെ ഫുൾ നിങ്ങളെ മനസ്സിലാക്കുന്നത്. അപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ബെൽ ബട്ടൺ ഓൾ ഓപ്ഷൻ ആക്കി വെക്കുകയാണെങ്കിൽ ഞാൻ ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലത്തെ ഇതൊരു ഇപ്പോൾ ഈ കാണുന്ന ഈ ഒരു ബാറ്ററി ലിഥിയം പോളിമർ ബാറ്ററിയാണ്. അപ്പോൾ ഇതിൻ്റെ സി റേറ്റിംഗ് എന്ന് പറയുന്നത് ഇതിൻ്റെ കറണ്ട് പ്രയോഗിക്കാനുള്ള ഒരു കപ്പാസിറ്റിയാണ്. അപ്പോൾ ഈ ഒരു ഇതിൻ്റെ കറണ്ട് റേറ്റിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത്, അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഈ ഒരു കോപ്പറിൻ്റെ ഈ ഞാൻ പൊളിച്ച് കാണിച്ചതാണ്, ഇതിൻ്റെ ഉള്ളിൽ ബോർഡാണ്. അപ്പോൾ ഇതിൽ നിന്ന് വരുന്ന ഇതിലേക്കുള്ള കറണ്ടിനെ പ്രയോഗിക്കാനുള്ള ഇതിൻ്റെ ഇത് ഉള്ളിൽ വരുന്ന കെമിക്കൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇതൊരു പ്ലാസ്റ്റിക് കൊണ്ടാണ് ഇത് വരുന്നത്. അതിലേക്ക് കണ്ടക്ട് വരുന്നത് ഇതിലെ ഒരു ചെറിയൊരു കെമിക്കലും പാടെ വരുന്നത്. അപ്പോൾ ഇതിലെ റേറ്റിംഗ് ഉദ്ദേശിക്കുമ്പോൾ ഇതിൽ നിങ്ങൾക്ക് കാണാം ഈ ഒരു ബാറ്ററിയുടെ റേറ്റിംഗ് എന്ന് പറയുന്നത് 25C ആണ്. അപ്പോൾ 25C ഇതിലെ വോൾട്ടേജ് കാണിച്ചിരിക്കുന്നത് 11.1 വോൾട്ടാണ്. ഈ 11.1 വോൾട്ട് പറഞ്ഞാൽ ഇത് 3 സെല്ലാണ് വരുന്നത്. അപ്പോൾ ഇത് സീരീസിലാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഓരോ സെല്ലും 3.7 വോൾട്ടാണ് ഉണ്ടാവുക. അതിന് കുറഞ്ഞ വോൾട്ട്, ഏകദേശം കൂടുന്ന വോൾട്ടേജ് പറഞ്ഞാൽ നമുക്ക് 4.12, 1.20 വരെയൊക്കെ ഉണ്ടാവും, 2.20 വരെയൊക്കെ ഉണ്ടാവും, 4.220. അപ്പോൾ ഇതിൻ്റെ സി റേറ്റിംഗ് ആണ് നമ്മളെന്ന് പറയുന്നത്. ഈ സി റേറ്റിംഗ് പറഞ്ഞാൽ ഇതിലേക്കുള്ള കറണ്ടിൻ്റെ കപ്പാസിറ്റിയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം ഇതൊരു ലിഥിയം അയൺ ബാറ്ററിയാണ്. ഈ ലിഥിയം അയൺ ബാറ്ററിക്ക് നമുക്ക് അതിനെക്കാട്ടിലും കൂടുതൽ കറണ്ട് നമുക്ക് ഇതിൽ ഫോഴ്സ് ചെയ്യാൻ കഴിയും. നല്ല ആംബിയറിൽ നല്ല ഈ ഒരു ഷോർട്ടൊക്കെ നല്ല സ്പോട്ടിനൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ അത്യാവശ്യം ശ്രദ്ധിക്കേണ്ട ഒരു ബാറ്ററി തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ സി റേറ്റിംഗ് എന്താണെന്ന് ഉദ്ദേശിച്ചാൽ, ഈ ബാറ്ററിയുടെ സി റേറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബാറ്ററിയുടെ ആംബിയർ കൊടുത്തിരിക്കുന്നത് 2200 മില്ലി ആച്ചാണ്. അപ്പോൾ ഈ 2200 മില്ലി ആച്ച് നമ്മൾ നേരെ 2200 mAh ആണ്. അപ്പോൾ 2200 mAh എന്ന് പറയുന്നതിന് നമുക്ക് നേരെ ആംബിയറിലേക്ക് ആക്കണം. അപ്പോൾ മില്ലി ആച്ചിനെ നമുക്ക് AHലേക്ക് ആക്കാണ്. ആംബിയർ പെർ ഹവറാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതിനെ ഡിവൈഡ് ബൈ 1000 കൊണ്ട് അരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ആംബിയർ കറക്റ്റ് കിട്ടും. അപ്പോൾ ആംബിയർ നമ്മൾ വന്നപ്പോൾ 3 സീറോ മാറ്റി കഴിഞ്ഞാൽ നമുക്ക് 0.2 ആംബിയർ. അപ്പോൾ 2.2 ആംബിയർ ആണ് ഇതിൻ്റെ കറണ്ട് കപ്പാസിറ്റി. മൊത്തം വരുന്ന ഈ ബാറ്ററിയുടെ മൊത്തം കപ്പാസിറ്റി, ഇതിൽ ചാർജ് ചെയ്ത കപ്പാസിറ്റി. അപ്പോൾ ഇതിൻ്റെ സി റേറ്റിംഗ് ഉദ്ദേശിക്കുന്നത് ഇതിൽ മൊത്തം നമുക്ക് ഡിവൈസ് ഈ കണക്ടർ ഉപയോഗിച്ചാണ് നമുക്ക് പുറത്തേക്ക് എടുക്കുക. അപ്പോൾ ഇതിലേക്ക് പുറത്തേക്ക് വരാനുള്ള കറണ്ടിൻ്റെ ആംബിയറാണ് നമുക്ക് സി റേറ്റിംഗ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു സാധാരണ ഇങ്ങനത്തെ ഒരു ബാറ്ററി ആണെങ്കിൽ നമുക്ക് ഇതിലെ ബാറ്ററിയുടെ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ 1200 ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഇത് ലിഥിയം അയൺ ആണ്. അപ്പോൾ 1200 ആണെങ്കിൽ ഇതിൻ്റെ 1000 ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 1200 ഡിവൈഡ് ബൈ 1000 1.2 ആംബിയറാണ് ഇതിൻ്റെ മൊത്തം ആംബിയർ. അപ്പോൾ ഇതിലെ മൊത്തം ഷോർട്ട് ചെയ്താൽ പവർ കിട്ടുക ഇതിന് സി റേറ്റിംഗ് ഇല്ല. അപ്പോൾ ഇങ്ങനെ അയൺ ബാറ്ററിയുടെ കപ്പാസിറ്റി എന്നാൽ നമുക്ക് മാക്സിമം നമുക്ക് ലോഡ് കൊടുക്കാൻ പറ്റിയത് 1.2 ആംബിയർ മാത്രമേ നമുക്ക് ഇതിൽ ലോഡ് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതിലെ കപ്പാസിറ്റി കൂടുതലായിരിക്കും പറയാൻ. കാരണം ഇതിൻ്റെ ആംബിയർ 2200 ആണെങ്കിലും അതേപോലെ തന്നെ ഇതും ഒരു അയൺ ബാറ്ററിയാണ്. ഇത് പോളിമറാണ്. ഇത് ഈ അയൺ ബാറ്ററി 2200 വരുന്നതാണ്. ഇത് 2200 വരുന്ന ഒരു ബാറ്ററിയാണ് ഇതിൻ്റെ സിംഗിളായിട്ട് വരുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് കറണ്ട് മാക്സിമം പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ 2.2 ആംബിയർ മാത്രമേ പുറത്ത് മാക്സിമം കിട്ടുള്ളൂ. അപ്പോൾ ഇതിൻ്റെ റേറ്റിംഗ് 2200 നമ്മൾ പറഞ്ഞപ്പോൾ 2200 എന്ന് പറഞ്ഞാൽ 2.2 ആംബിയർ ഇതിലുണ്ടാവും. ഈ 2.2 ആംബിയറും നമുക്ക് മാക്സിമം യൂസ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ സി റേറ്റിംഗ് കൊണ്ട് നമുക്ക് ഇതിൻ്റെ മാക്സിമം എന്ന് പറഞ്ഞാൽ സി റേറ്റിംഗ് എന്ന് വെച്ചാൽ സി എന്ന് പറഞ്ഞാൽ 25ആണ്. അപ്പോൾ 2.2 ഇൻറ്റു 25. അപ്പോൾ ഇതിനെ ഗുണിച്ച് കഴിഞ്ഞാൽ ഈ ആംബിയറിനെ നമുക്ക് ഇതിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക 55 ആംബിയറാണ്. ഈ 55 ആംബിയർ നമുക്ക് മാക്സിമം യൂസ് ചെയ്യാം. അതാണ് ഇതിൻ്റെ സി റേറ്റിംഗ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ബാറ്ററിയിൽ നമുക്ക് സി റേറ്റിംഗ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഈ മാക്സിമം ഇതിലുള്ള ആംബിയർ മാത്രമേ യൂസ് ചെയ്യുള്ളൂ. അപ്പോൾ ഇതിൻ്റെ മാക്സിമം നമ്മൾ എത്ര ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ടൈം കൊണ്ട് 60 സെക്കൻഡ് ഡിവൈഡ് ചെയ്ത് അത്രയും നമുക്ക് കിട്ടും. അപ്പോൾ ഇതിലിപ്പോൾ 55 ആംബിയർ നമുക്ക് മാക്സിമം യൂസ് ചെയ്യാണ്. 60 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത്രയും ടൈമേ നമുക്ക് കിട്ടുള്ളൂ.
അപ്പോൾ ഇത് അതേപോലെ 2.2 ആംപിയറിൽ നമുക്ക് പിന്നെ ഡിസ്ചാർജ് ആവുകയാണെങ്കിൽ നമുക്ക് 60 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ അത്രയും മണിക്കൂർ നമുക്ക് കിട്ടും. അപ്പോൾ മണിക്കൂർ നമുക്ക് കുറയും, പക്ഷേ അത്രയും ആംപിയർ നമുക്ക് ബൂസ്റ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഡ്രോണൊക്കെ ആകുമ്പോൾ നല്ല ആംപിയർ വേണം. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ ഒരു ബാറ്ററി നമ്മൾ യൂസ് ചെയ്യുന്നത്. അതിനാണ് ഇതിൻ്റെ സി റേറ്റിംഗ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ബെൽ ബട്ടൺ ഓൾ ഓപ്ഷൻ ആക്കി വെക്കുക. ഞാൻ ഇന്ന് വീഡിയോസിന് എല്ലാ നോട്ടിഫിക്കേഷൻ നമുക്ക് ലഭിക്കും. അപ്പോൾ നല്ലൊരു വീഡിയോ കാണാം. ഓക്കെ, ബൈ, സി യു.